إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع العليم. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റജബ് മാസത്തിലാണ്, അതിൻ്റെ ഏതാണ്ട് അവസാനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ മാസത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഖുർആനിൽ വന്ന ഒരു പരാമർശത്തെ റസൂൽ വിശദീകരിച്ച് പറഞ്ഞെടുത്ത് 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ആ 3 പുറമെ റജബ് മാസവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേകത ഈ മാസത്തിനുണ്ട്. നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ധാരണ പശക്, ഒരു തെറ്റിദ്ധാരണ, റജബ് മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്രാ മിഅ്റാജ് യാത്രകൾ നടന്നതെന്നും അത് റജബ് 27-നാണെന്നും അതുകൊണ്ട് 27-ൻ്റെ അന്ന് റജബ് നോമ്പ് എടുക്കണമെന്നുമൊക്കെയുള്ള വിശ്വാസം നമ്മളുടെ സാധാരണക്കാരായ ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിൽ പല തെറ്റിദ്ധാരണകളുമുണ്ട്. ആ തെറ്റിദ്ധാരണയിലൊന്ന്, റജബ് മാസമായാലും അല്ലാത്ത മാസമായാലും ഇസ്രാ മിഅ്റാജ് നടന്നതിനോടനുബന്ധിച്ച് ഒരു നോമ്പും അള്ളാഹു റസൂല നമ്മെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഏതായാലും ആ വിഷയത്തിൽ പരാമർശമില്ല. സഹീഹായ ഒരൊറ്റ ഹദീസിലും റജബ് മാസത്തിൽ 27-ൻ്റെ അന്ന് ഇസ്രാവും മിഅ്റാജും നമ്മൾ തീരുമാനിച്ച് നോമ്പെടുക്കുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. നോമ്പ് നിശ്ചയിച്ചിട്ടില്ല അല്ലാഹു റസൂല. രണ്ടാമത്തെ വിഷയം, ഇസ്രാവും മിഅ്റാജ് ഖുർആനിലും ഹദീസിലും ഖണ്ഡിതമായി വന്ന വിഷയമാണ്. പക്ഷെ അത് എന്നാണ് നടന്നത് എന്നത് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്ന വിഷയമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മക്കയിൽ പ്രബോധനം നടത്തി 10ാമത്തെ വർഷമാണ്, മക്കയിലായിരിക്കുന്ന 10ാമത്തെ വർഷമാണ്
എന്ന അഭിപ്രായമുണ്ട്. അത് റജബിൽ തന്നെയാണെന്ന അഭിപ്രായമുണ്ട്. അല്ല, റമളാനിലായിരുന്ന അഭിപ്രായമുണ്ട്. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയ ആദ്യ ഘട്ടത്തിലാണെന്ന അഭിപ്രായമുണ്ട്. ഒരു 5-6 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരൊക്കെ അതിനെപ്പറ്റി പല കാരണങ്ങൾ പറഞ്ഞ് അഭിപ്രായപ്പെട്ടതാണ്. അള്ളാഹുവോ റസൂലോ ഖണ്ഡിതമായി അതിനെ സംബന്ധിച്ച് ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കണിശപ്പെടുത്തി വന്നിട്ടുമില്ല. 27 എന്നതൊരു അഭിപ്രായം മാത്രമാണ്. ഇനി ആയാലും അല്ലെങ്കിലും ഒക്കെ അന്ന് ഒരു നോമ്പ് മതപരമായിട്ട് നിയമമായിട്ട് അള്ളാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ഇനി എന്താണ് ഈ ഇസ്രാ മിഅ്റാജ്? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഇസ്രാ മിഅ്റാജും ഒക്കെ. ആ 2 വാക്കുകളും വിശുദ്ധ ഖുർആനിൽ ഇസ്രാ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഒരു സൂറത്തുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന ആ ആയത്തോടു കൂടി തുടങ്ങുന്ന ഒരു സൂറത്ത്, അത് ഇസ്രായിനെ സംബന്ധിച്ചാണ്. പിന്നെ സൂറത്ത് നജ്മിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടും ഒരായത്തുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തുന്ന ധാരാളം ഹദീസുകളിൽ അതിൽ നടന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങളും വന്നിട്ടുണ്ട്. ഇതാണ് ഇസ്രാ മിഅ്റാജിൻ്റെ നമ്മളുടെ അടിസ്ഥാനം. ഇതൊരു മുഅ്ജിസത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ അള്ളാഹു പ്രകടിപ്പിച്ച ഒരു മുഅ്ജിസത്താണ്. അഥവാ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷ സംഭവം എന്നാണ് അതിനർത്ഥം. സാധാരണ മനുഷ്യന്മാർക്ക് ആർക്കും സാധ്യമാകാത്ത, കഴിയാത്തൊരു കാര്യം അള്ളാഹു അവൻ്റെ പ്രത്യേക ഉത്തരവനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നടത്തിയ ഒരു സംഭവമാണ്. റസൂലിന് തന്നെയും സാധിക്കില്ല, അള്ളാഹു അദ്ദേഹത്തിലൂടെ നടപ്പാക്കിയ ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജും. ഇത് ഇസ്രാ എന്നത് ഒരു സംഭവവും മിഅ്റാജ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്. 2 സംഭവമാണത്. ഇസ്രാ എന്നാൽ ആ വാക്കിനർത്ഥം, അസ്ര എന്നൊക്കെ പറഞ്ഞ വാക്കിനർത്ഥം രാത്രി സഞ്ചരിച്ചു എന്നാണ്. ഈ സംഭവം നടക്കുന്നത് രാത്രിയിലാണ്. സംഭവത്തിൻ്റെ ചുരുക്കം ഇതാണ്: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരുന്ന കാലത്ത് ഹറമിനടുത്ത് അങ്ങനെ ഉമ്മുഹാനീൻ്റെ വീട്ടിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജഡത്തോടു കൂടി അങ്ങനെ തന്നെ ഉറക്കിൽ നിന്ന് ഉണർത്തി അവിടുത്തെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ്, ഷാം സിറിയയിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോവുകയും ബുറാഖ് എന്ന് പറയുന്നൊരു വാഹനത്തിന് പുറത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് പഴയ കാലം മരിച്ചുപോയ നബിമാരൊക്കെ കണ്ട്, അല്ലാഹുവിൻ്റെ മുഅ്ജിസത്താണ്. അവിടെ നിന്ന് ആ ഒരു രാത്രിയുടെ ഭാഗങ്ങളിൽ തന്നെ 7 ആകാശവും കടന്ന് ഇന്ദ സിദ്റത്തിൽ മുൻതഹ, അങ്ങേ അറ്റത്തുള്ള ഇലന്ത മരം അല്ലെങ്കിൽ ദേവദാരു വൃക്ഷം എന്നൊക്കെ മലയാളത്തിൽ പറയും, സിദ്റത്തുൽ മുൻതഹ, ആ മുൻതഹ അങ്ങേ അറ്റത്തുള്ള സിദ്റയുടെ അടുക്കലെത്തുകയും അവിടെ നിന്ന് അന്ന് തന്നെ അപ്പോൾ തന്നെ തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ വരികയും എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. പുലരുന്നതിന് മുമ്പേ മക്കയിലെത്തി, ഉമ്മുഹാനീൻ്റെ വീട്ടിലെത്തി, റസൂൽ അവിടെ എത്തി. ഇതാണ് സംഭവം. അതിന് ചുരുക്കം അതാണ്. ഇസ്രാ എന്ന് പറയുന്നതാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ ആ ഭാഗത്തിന് പറയുന്ന പേര്. അവിടുന്ന് അങ്ങോട്ട് മിഅ്റാജ് എന്നുള്ള വാക്കിനർത്ഥമാണ് മേലോട്ട് കയറി പോവുക എന്നാണ്. ആ മേലോട്ട് 7 ആകാശവും കടന്ന് ജിബ്രീലിൻ്റെ അകമ്പടിയോട് കൂടി പോയി തിരിച്ചു വന്ന ഒരു സംഭവം. ഇതാണ് ഇസ്രാ മിഅ്റാജ്. ഇത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. നമുക്കിത് വിശ്വാസമായി മാറുന്നത്, ഇങ്ങനെ സംഭവം നടന്നു എന്നത് വിശ്വാസമായി മാറുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അതിൻ്റെ വിശദാംശങ്ങളായ യാത്രയുടെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സംശയമില്ലാത്ത രീതിയിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും അത് അംഗീകരിക്കുന്നു, വിശ്വസിക്കുകയും ചെയ്യും. നമ്മളെ സംബന്ധിച്ച് അത് വിശ്വസിക്കാതിരിക്കാനോ തള്ളിപ്പറയാനോ യാതൊരു നിർവാഹവുമില്ല. അത് അള്ളാഹു പ്രവാചകനിലൂടെ കാണിച്ചൊരു മുഅ്ജിസത്താണ്. എന്താണ് മുഅ്ജിസത്തുകളുടെ പൊതു സ്വഭാവം? അത് മനുഷ്യർക്കാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. ഒരു മുഅ്ജിസത്ത് ഒരു മനുഷ്യൻ ചെയ്താൽ
അത് മുഴ്സത്തല്ലാതായി മാറും. മുഴ്സത്ത് നബിമാരിലൂടെ അള്ളാഹു കാണിക്കുന്ന സംഭവമാണ്. നബിമാർക്ക് സ്വന്തം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, നബിമാർ ഉദ്ദേശിക്കുമ്പോൾ നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. അള്ളാഹു അവരിലൂടെ നടപ്പാക്കുകയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനവും ഉത്തരവും അനുസരിച്ച്. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സംഭവങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല മുഴുവത്തുകൾ തിസ്ആയാത്തിൻ ബയ്യിനാത്ത് 9 ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിരുന്നു മൂസാ നബിക്ക്. അതിലേറ്റവും പ്രധാനം നമ്മൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വടിയാണ്. ആ വടി നിലത്തിട്ട് പാമ്പാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിനല്ല, പാമ്പാകുമായിരുന്നു. അദ്ദേഹത്തിലൂടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പാമ്പാകുമായിരുന്നു. അത് ഫിറോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹം കാണിച്ചതാണ്. ഫിറോൻ്റെ വെല്ലുവിളി ആ മുഴുവത്തിനെ ഏറ്റെടുത്തതാണ്. വെല്ലുവിളിച്ചു ഫിറോൻ, മജീഷ്യന്മാരെ കൊണ്ടുവന്നു, കാണിച്ചു, മൂസാ നബിയും കാണിച്ചു. അവരുടെ പാമ്പുകളെ മൂസാ നബിയുടെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. അത് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അത്ഭുത ദൃഷ്ടാന്തം, വേറെയും അതൊരു അത്ഭുത ദൃഷ്ടാന്തമാണ്. മറ്റാർക്കും അത് അങ്ങനെ സാധിക്കില്ല. ആ കാലഘട്ടത്തിന് അനുയോജ്യമായ ദൃഷ്ടാന്തം കാണിച്ചാണ് ഈസാ നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പ് വന്ന നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിലൂടെ കുറേ മുഴുവത്തുകൾ കാണിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗി, അന്നത്തെ ഒരു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. കുഷ്ഠരോഗികളെ ഭേദപ്പെടുത്തുക, വെള്ളപ്പാണ്ട് സുഖമാക്കി കാണിക്കുക, മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തിരുന്ന അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ച്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മുഴുവത്ത് പറയുന്നുണ്ട്, കളിമണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കി ഫേക്കൂനു ത്വയ്റൻ ബീദിനില്ല, ആ പക്ഷി അങ്ങനെ ഊതും, അള്ളാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ച് അത് പക്ഷിയായി മാറും. ഇതൊക്കെ നബിമാരിലൂടെ അതാത് സമയത്ത് അനുയോജ്യമായ വിധത്തിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന മുഴ്ജിസത്തുകളാണ്. അത് നബിമാരുടെ കഴിവല്ല. നബിമാർക്ക് വിചാരിക്കുമ്പോൾ നടത്താനും കഴിയില്ല, ഒന്നും കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഴ്ജിസത്ത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഴ്ജിസത്ത്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴ്ജിസത്ത്, ഏറ്റവും വലിയ മുഴ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അതൊരു അത്ഭുതമാണ്. അതിന് സമാനമായിട്ടൊരു ഗ്രന്ഥം അന്നും ഇന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയിട്ട് കൊണ്ടുവരാൻ വലൻ തഫ്അലൂ, നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഖുർആൻ അതിനെപ്പറ്റി പറയുന്നു. അതാണ് റസൂലുള്ളാഹിന്റെ. വേറെയും ചില സംഭവങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ കൈകളിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുഴ്ജിസത്തുകളുടെ ഒക്കെ പൊതു സ്വഭാവം. ആ മുഴ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന യാത്ര. അത് മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഷാം സിറിയയിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത് ഇസ്രാവും, അവിടെ നിന്ന് 7 ആകാശവും കടന്ന് തിരിച്ചു വന്നത് മിഅ്റാജുമാണ്. ഈ 2 സംഭവങ്ങൾ ഒരേ രാത്രിയിൽ നടന്നതാണ്. ഇതൊരു അത്ഭുത സംഭവമാണ്. അതിന് പശ്ചാത്തലമായിട്ട് കുറേ സംഗതികളുണ്ട്. ഈ സംഭവത്തിൽ ഉണ്ടായ പരിണിതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയിൽ കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ലിനുരിയഹു മിൻ ആയാത്തിന, ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. തൻ്റെ അടിമയായ മുഹമ്മദ് നബിയെ അള്ളാഹു ഒരു രാത്രിയുടെ ഭാഗത്തിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നാം രാത്രി കൊണ്ടുപോയ ആ സംഭവം, അത് ചെയ്ത അള്ളാഹു എത്രയോ വിശുദ്ധനാണ്. അവൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുക, അത് അള്ളാഹു ചെയ്തൊരു കാര്യമാണ്. ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ ഹറാം ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരമൊക്കെ അള്ളാഹു അനുഗ്രഹിച്ച ഒരു പ്രദേശമാണത്. ഫലസ്തീൻ, ഇന്ന് നമ്മൾക്കറിയുന്ന ഫലസ്തീൻ അതിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. ലിനുരിയഹു മിൻ ആയാത്തിന, ആ യാത്രയുടെ ഉദ്ദേശം പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലം അതിനുണ്ട് ആ വാക്കുകൾക്കൊക്കെ. ആ സാഹചര്യത്തിലാണ് റസൂലുള്ളാഹിയെ കൊണ്ടുപോയി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചത്. ഏത് ദൃഷ്ടാന്തമായി കാണിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി, 1-ാം ആകാശത്തേക്ക് കൊണ്ടുപോയി. ആ ആകാശത്തിൻ്റെ പാറാവുകാരായ മാലാഖമാർ, മലക്കുകൾ ഉണ്ടായിരുന്നു. അവരോട് സലാം പറഞ്ഞു, അനുമതി തേടി, കൂടെയുള്ളത് മുഹമ്മദാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും മുഹമ്മദ് നബിയുടെ നുബുവത്ത് അംഗീകരിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ 1-ാം ആകാശത്തേക്ക് കടന്നു. ആ ആകാശത്ത് ആദം നബി അലൈഹി ഇസ്ലാമിയെ കണ്ടു. ഇതേപോലെ 2-ാം ആകാശത്തേക്ക് പോയി യഹ്യ അലൈഹി ഇസ്ലാമിയെ കണ്ടു. അങ്ങനെ ഓരോ ആകാശവും കടന്ന് 4ഉം 5ഉം 6ഉം 7-ാമത്തെ ആകാശം വരെ
അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പോയി. 7-ാം ആകാശത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ കണ്ടത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ കണ്ട സംഭവം ഹദീസിൽ വിശദീകരിക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ആ കെട്ടിടത്തിൽ ചാരിയിരിക്കുകയായിരുന്നു എന്നാണ്. ബൈത്തുൽ മഅ്മൂർ എന്ന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്, ഹദീസല്ല, ഖുർആനിൽ വന്ന വാക്കാണ്. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞതിന് വിശദീകരണം ഹദീസിൽ വന്നിട്ടുള്ളത് നമ്മളെ ഭൂമിയിലുള്ള കഅബക്ക് സമാനമായി 7-ാം ആകാശത്ത് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. നമുക്ക് അള്ളാഹു പറഞ്ഞിരുന്ന കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കല്ല, നമുക്ക് ഇടപെടാൻ അതിൽ കഴിയില്ല. ഭൗതിക ലോകത്തുള്ളൊരു സംഗതിയാണെങ്കിൽ നമുക്ക് ഇടപെട്ട് നോക്കാം. അഭൗമമായ ഭൗമേതര ഭൂമിക്കപ്പുറമുള്ളൊരു ലോകത്തുള്ള സംഗതികളാണ്. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ലോകമാണ്. ആ അള്ളാഹു പറഞ്ഞിരുന്ന ഇതിന് സമാനമായൊരു വീടാണത്. അവിടെ ഒരു സമയം 70,000 മലക്കുകൾ ഓരോ സമയം അതിനകത്ത് കയറുകയും തവാഫ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം ജനനിബിഡമായ വീട് എന്നാണ്, എപ്പോഴും ആൾപ്പാർപ്പുള്ള സ്ഥലമെന്നാണ്. അങ്ങനെ മലക്കുകൾ അവിടെ വരും, നിരന്തരം തവാഫ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ആ വീട്ടിൽ ചാരിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി ഇരിക്കുന്നത് റസൂൽ കണ്ടത്. പ്രായമാകാതെ മരിച്ച കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിച്ചാടി നടക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിൽ ചാരി ഇരിക്കുന്നതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഭൂമിയിലെ കഅബാലയം നിർമ്മിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ആ പദവി അദ്ദേഹത്തിനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബൈത്തുൽ മഅ്മൂറിലേക്കും അദ്ദേഹം തന്നെയാണ് ചാരിയിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ അത് താരതമ്യം ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് 7 ആകാശവും കഴിഞ്ഞ് ഇന്ദ സിദ്റത്തിൽ മുൻതഹ, അങ്ങേ അറ്റത്തുള്ള ആ ദേവദാരു വൃക്ഷം എന്ന് മലയാളത്തിൽ പറയും. സിദ്റത്തുൽ മുൻതഹ ഒരു അങ്ങേയറ്റത്തുള്ളൊരു മരം. നമ്മൾ മലയാളത്തിൽ ആ പേരുകളൊക്കെ പറയും, ദേവദാരു വൃക്ഷം എന്നോ ഇലന്ത മരം എന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് എത്തുന്നു. അതിനെപ്പറ്റി റസൂൽ ആ ഹദീസിൽ പറയുന്നത് വർണ്ണനകൾക്കും വാക്കുകൾക്കുമൊക്കെ അതീതമായി നിൽക്കുന്നു എന്നാണ്. അവിടെ എത്താൻ ജിബ്രീലുമായി സംസാരിച്ചും അള്ളാഹുവിൻ്റെ അടുക്കൽ ചില സന്ദേശങ്ങൾ സ്വീകരിച്ച് മടങ്ങുന്നതും. ആ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനമായ ഒന്ന്, 5 നേരത്തെ നമ്മുടെ നമസ്കാരം ആ യാത്രയിലാണ് നിർബന്ധമായി റസൂലാക്ക് ലഭിക്കുന്നത്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമായി ലഭിക്കുന്ന ആ യാത്രയിലാണ്. അതൊരു 5 നേരത്തെ നമസ്കാരം ഇല്ലായിരുന്നു. സൗകര്യം പോലെ 2 റക്അത്തൊക്കെ നമസ്കരിക്കുന്നതായിരുന്നു. ഈ 2 റക്അത്തുള്ളത് പിന്നീട് 4 റക്അത്താക്കുകയാണ് ചെയ്തത്. 2 റക്അത്തുള്ളത് യാത്രക്കാരനാക്കി ചുരുക്കുകയും മാറ്റി നിർത്തുകയും ബാക്കി നാട്ടുകാരനെ 4 ആക്കി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തത്. ആ യാത്രയിലാണ് 5 നേരത്തെ നമസ്കാരം റസൂലുള്ളാഹിക്ക് നിർബന്ധമായത്. ആ യാത്രയിലെ തിരിച്ചു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തിരിച്ച് ഉമ്മുഹാനീൻ്റെ വീട്ടിൽ, മുഹാനി എന്ന് പറയുന്ന അലി അള്ളാഹുവിൻ്റെ സഹോദരിയാണ്, അബൂ താലിബിൻ്റെ മകളാണ്, റസൂലുള്ളാഹിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. ആ വീട്ടിലാണ് റസൂലുള്ളാഹി തിരിച്ചു വന്നതെന്ന് ഹദീസിൽ കാണുന്നു. അങ്ങനെ ആ സംഭവം അതാണ് ഇസ്രാ മിറാജിൻ്റെ ഏറ്റവും ചുരുക്കിയൊരു വിശദീകരണം. ഇതിൽ നടന്ന മറ്റൊരു സംഭവം, ഈ യാത്ര റസൂലുള്ളാഹിക്ക് സ്വർഗ്ഗലോകത്തുള്ള പുണ്യവാന്മാരുടെ അനുഭൂതികളെ സംബന്ധിച്ച് കാണിച്ചു കൊടുത്തു. അവരനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെ പറ്റി കാണിച്ചു കൊടുത്തു. നരകത്തിൽ അനുഭവിക്കുന്ന നരകലോക പാപികളുണ്ട്, ആ കുറ്റവാളികളുടെ നരകശിക്ഷയെ സംബന്ധിച്ച് കാണിച്ചു കൊടുത്തു. അതിൽ പല ശിക്ഷയും റസൂൽ കണ്ടു. ഓരോരുത്തർ അനുഭവിക്കുന്ന ശിക്ഷയെ കാട്ടി കാണിച്ചു കൊടുത്തു. വ്യഭിചാരികളുടേതുണ്ട്, അതിൽ വേശ്യ സ്ത്രീകളുടേതുണ്ട്, പലിശ തിന്നുന്നവരുടേതുണ്ട്, അനാഥ മക്കളുടെ സ്വത്ത് അപഹരിക്കുന്നവരുടേതുണ്ട്. ഇവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയുടെ ചിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കാണുകയുണ്ടായി. ഈ യാത്ര കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ തിരിച്ചു വന്നു. അതൊരു അനുഭവമാണ്. ആ അനുഭവം റസൂലുള്ളാഹി മക്കയിൽ എത്തിയ ഉടനെ ഉമ്മുഹാനിയോട് പറഞ്ഞു. അവിടെയുള്ള എത്തിയത്, ഞാനിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് ജിബ്രീലിൻ്റെ കൂടെ തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, റസൂലേ, ഒരു വിശ്വാസിനിയാണ് അവർ, ആ സ്ത്രീ, നിങ്ങൾ ആരോടത് പറയണ്ട, ആരും വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. വളരെ സ്വാഭാവികമായ ഒരു പറച്ചിലാണ്. നിങ്ങളുടെ ആരോടെങ്കിലും പറഞ്ഞാൽ ഇതാരും വിശ്വസിക്കില്ല. കാരണം ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ പോയി വന്നു പറഞ്ഞാൽ എന്താ, ആൾക്കാർ സമ്മതിക്കില്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഞാനത് പറയും, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല, ഞാൻ എങ്ങനെ പറയാതിരിക്കുമെന്നാണ്. നോക്കൂ, നമ്മളത് ആലോചിച്ച് നോക്കൂ. ഒരു യാത്ര, ഇതുപോലത്തെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ആരോടും പറയാതിരിക്കണം
എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമായൊരു കാര്യമില്ല, അതെല്ലാവരും പറയാനാ തോന്നുക. അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു, പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ റസൂൽ പറഞ്ഞു ഞാനത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം പുലർന്നു, കഅബയുടെ തൊട്ടടുക്കിലേക്ക് വന്നു. കഅബയുടെ തൊട്ടരികിൽ വരുമ്പോൾ എപ്പോൾ കഅബയുടെ തൊട്ടടുക്കാൻ റസൂലുള്ളാഹിയുടെ വീടുള്ളത്. കഅബയുടെ അടുക്കിലേക്ക് വന്നു. കഅബ അവരുടെ ഒരു കേന്ദ്രമാണ്. കഅബ സാമാന്യത്തിൽ കവിഞ്ഞ ഉയരമുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ തണലിൽ അവിടുത്തെ പൗരപ്രമുഖരെന്ന് പറയുന്ന ഖുറൈശികൾ ഒരു ഉച്ചയോടടുത്ത് തണൽ വരുന്ന സമയത്ത് കയറിയിരിക്കുകയും അവിടെ സ്വറ പറയുകയും കാര്യഗൗരവമുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കാണ് കയറി ചെല്ലുന്നത്. സ്വാഭാവികമായിട്ട് വിശ്വാസി അല്ലാതിരുന്ന അബൂജഹൽ അവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർ ചോദിച്ചു, മുഹമ്മദേ എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ? പരിഹസിക്കാൻ വേണ്ടിയാണ് അവർ, കളിയാക്കാൻ ചെയ്യുക, അവർ വിശ്വാസികളല്ല. അപ്പോൾ റസൂൽ പറഞ്ഞു വിശേഷമുണ്ട്, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെയൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അബൂജഹൽ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞങ്ങളൊരു മാസം എടുക്കാറുണ്ട് ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ, തിരിച്ചു വരാൻ ഞങ്ങൾക്കൊരു മാസം എടുക്കും. അവരെ പോകുന്ന സ്ഥലങ്ങളാണ് ഷാം, കച്ചവട യാത്രകൾ നടത്തുന്ന കാഫിലകളായിട്ട് കച്ചവട യാത്രകൾ ചെയ്യുന്ന സ്ഥലമാണ്. ഒട്ടക യാത്രകൾ കൂട്ടമായിട്ട്, അതിന് അവർക്കൊരു ഷെഡ്യൂളുണ്ട്. ആ രീതിയിൽ അങ്ങനെ പോയി വരും അവർ. ആ ക്രമം അനുസരിച്ച് പോയി വരുന്ന ഞങ്ങൾക്ക് നീ ഒരു യാത്രയുടെ ഒരു ഭാഗത്ത് പോയി വന്നു എന്നോ? അതെ, ഞാൻ പോയി വന്നു. വീണ്ടും അബൂജഹൽ ചോദിച്ചു, നീ ആ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. പരസ്യമായിട്ട് പറയുമോ? പറയും എന്ന് പറഞ്ഞു. ആളുകളെ കൂട്ടി, കാരണം ഇത് പറഞ്ഞു കിട്ടിയാൽ ആളുകൾ ഇത് പോവുമല്ലോ, അതാണ് അവരുടെ പ്രതീക്ഷ. ആളുകളെ കൂട്ടി വീണ്ടും ചോദ്യം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞു. അവർ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹാസപാത്രമാക്കി അവരതങ്ങനെ ആഘോഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ടത് പറഞ്ഞു. അതാണ് പിന്നീട് അവർ ചില ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പോകാൻ കാരണമായി. ചിലരത് അവിശ്വസിക്കൂ, നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇത് സമ്മതിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അവർ നബിയോട് ചോദിച്ചത്, നീ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങളൊക്കെ കണ്ടതാണ്, നീ അതൊന്ന് വർണ്ണിച്ചു തരുമോ, കണ്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഹദീസിൽ പറയുന്ന റസൂലുള്ളാഹി അതിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ അവരുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തു. നബിയുടെ മുമ്പിൽ ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ അങ്ങനെ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അവർക്ക് അവിശ്വസിക്കാനേ കഴിയൂ. റസൂലുള്ളാഹി കണ്ട സംഭവമാണ്, മുഅ്ജിസത്താണ്, പ്രത്യേക സംഭവമാണ്. അടുത്ത ചോദ്യം, ഞങ്ങളുടെ യാത്രാ സംഘം, ഒരു കച്ചവട യാത്രാ സംഘം ഷാമിലേക്ക് പോയിട്ടുണ്ട്, അത് തിരിച്ചു വരുന്നുണ്ട്, അത് എവിടെ എത്തിയെന്ന് പറയാൻ കഴിയുമോ വെച്ചു. റസൂൽ ഇങ്ങനെ നോക്കിയിട്ട് കൃത്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരോട് പറഞ്ഞു, അതിൽ ആദ്യത്തെ ഒട്ടകം കയറി വരുന്നത് ഈ ഒട്ടകമായിരിക്കും, അത് ആ മണൽക്കുന്ന് കയറിയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രതീക്ഷയിൽ നിന്നു. ഏതായാലും പൊളിയാൻ പോവാണല്ലോ. അവർ കാത്തു നിൽക്കുമ്പോൾ അവരുടെ കൺമുമ്പിലേക്ക് അതേ ഒട്ടകം ആ മണൽക്കുന്നും കയറി വന്നിങ്ങനെ കടന്നു വരുന്നു. ഒരു നിവൃത്തിയുമില്ലാത്ത വിധത്തിൽ അതൊക്കെ ബുദ്ധിപരമായിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിലും മനസ്സിലായ രൂപത്തിൽ സമ്മതിക്കാതെ നിർവാഹമില്ലാത്ത രൂപത്തിൽ അവരാ രംഗത്ത് മാറി. പിന്നീട് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഹദീസുകൾ വിശദമായിട്ട് വരുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് ഇതിലുള്ള വിഷയം, ഇതിൻ്റെ പേരിലൊരു ആഘോഷമില്ല, അതിന് പേര് നോമ്പില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് ഖുർആൻ പറഞ്ഞ ഒരു അമാനുഷ സംഭവമാണ്. വിശ്വാസം എന്നത് ഒക്കെ മറഞ്ഞ കാര്യങ്ങളിലെ വിശ്വാസമാണ്. അതുകൊണ്ട് ഇതും നമ്മൾ ഖുർആനിലുള്ളത് കൊണ്ട് വിശ്വസിക്കണം. സ്വർഗ നരകങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു, ഗൈബിയായ കാര്യമാണ്. നരകലോകത്തെ ശിക്ഷയെ നമ്മൾ വിശ്വസിക്കുന്നു, സ്വർഗീയ അനുഭൂതികൾ വിശ്വസിക്കുന്നു, ഒക്കെ ഗൈബിയായ കാര്യമാണ്. ആ ഗൈബിയായതിൽ വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് വിശ്വാസമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രാ മേറാജ് യാത്രയുടെ പരിധിയിൽ ഏറ്റവും പ്രസക്തമായി നമ്മൾക്ക് വരുന്നൊരു ഭാഗമാണ്
അബൂബക്കർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ. ഈ സംഭവം ഉറപ്പായിട്ട് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. ഒരു സ്വപ്നം പോലെ നടന്നതല്ല എന്നാണ് അതിൻ്റെ ശരിയായ വിശദീകരണം. ശാരീരികമായി തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക ഉത്തരവനുസരിച്ച് നടന്നൊരു സംഭവം. ആ സംഭവം നടന്ന് റസൂലുള്ളാഹി വന്ന് വിശദീകരിച്ചപ്പോൾ അബൂജഹൽ അടക്കമുള്ള ഖുറൈശി പ്രമുഖരൊക്കെ അതിനെ പരിഹസിച്ചു. അവർ മനസ്സിലാക്കിയത് ഈ സംഭവം വെച്ച് മുസ്ലിങ്ങളായി തീർന്ന ആളുകളെ തിരിച്ചു പിടിക്കാമെന്നാണ്. ഇത് ആളുകൾ അവിശ്വസിക്കും പെട്ടെന്ന്. അപ്പോൾ ആളുകൾ തിരിച്ചു പിടിക്കാൻ നല്ലൊരു ചാൻസാണ് എന്ന് അവർ ഉദ്ദേശിച്ചു. അങ്ങനെ അവർ ചെയ്ത കാര്യം, അവർ പറഞ്ഞു, ഇതെല്ലാ കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ, ഉണ്ട്. എന്നാൽ അബൂജഹൽ നേരെ പോയത്, തൻ്റെ ആളുകളെയും കൂട്ടിപ്പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഒന്നാമത്തെ വിശ്വാസികളിൽ ഒരാളുമായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വാതിൽ മുട്ടി വിളിച്ചു അദ്ദേഹത്തെ. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ സ്വാഹിബ് നിൻ്റെ കൂട്ടുകാരൻ ഇതാ ഒട്ടും വിശ്വാസ്യമല്ലാത്തൊരു കാര്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ഇതാ ബൈത്തുൽ മുഖദ്ദസിലും 7 ആകാശവും കടന്ന് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് നിൻ്റെ നിലപാട് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ വെറുതെ കളവ് പറയുകയാണെന്നൊക്കെ പറയാം, അതിനൊക്കെ സാധ്യമാണ്. അതോടുകൂടി ഇസ്ലാം പൊളിയും. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അതിങ്ങനെ കേട്ടിട്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞോ? അപ്പോൾ അവർ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിലാണ് പറഞ്ഞത്. കഅബയുടെ അടുക്കൽ വെച്ചാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രതികരണം എന്താ അറിയോ? അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലാണ് അദ്ദേഹം. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം തെളിവ് ഉദ്ധരിച്ചത്. രാവ് പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹ്യ് വരുന്നു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം കൂടാതെ വിശ്വാസം പ്രഖ്യാപിച്ച ആളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിലൂടെ ഇങ്ങനൊരു സംഭവം അള്ളാഹു നടത്തി എന്ന് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആ സംഭവത്തിന് ശേഷമാണ് അബൂബക്കറിൻ്റെ പേരിൻ്റെ കൂടെ സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന പേര് കൂടി ചേർത്ത് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ആ വിശ്വാസം അങ്ങോട്ട് പരസ്യമായി പ്രഖ്യാപിച്ചു. അത് മുതലെടുക്കാം എന്ന് ദുരുദ്ദേശപൂർവ്വം വെച്ചിരുന്ന ആളുകൾക്ക് അത് നഷ്ടമാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, നമ്മൾക്കുണ്ടാകേണ്ട ഒരു പാഠം, ഒരുപാട് വിഷയങ്ങളുടെ അതിലൊരു പ്രധാനപ്പെട്ട പാഠം, അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം മറ്റു വിശകലനങ്ങളൊന്നും നടത്തേണ്ടതില്ലാത്ത വിധത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. അള്ളാഹു പറഞ്ഞു എന്ന് ഉറപ്പ് വന്നാൽ മതി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് ഉറച്ചു കിട്ടിയാൽ മതി. അത് തീരുമാനമാക്കണം. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് മാത്രം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ വിശ്വാസികളുടെ നിലപാട് സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. നമ്മളോട് 5 നേരം നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നമസ്കരിക്കും. റമദാനിൽ 1 മാസം പട്ടിണി കിടന്ന് നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പെടുക്കും. അതെന്തിനാണെന്ന് ചോദിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നോക്കൂ, ഹജ്ജിന് പോകുമ്പോൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നു. സഫ മർവ മലകൾക്കിടയിൽ ഓടാൻ പറയുന്നു, നമ്മൾ ഓടുന്നു. അതിന് വേറെ ന്യായങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. ജംറയിൽ പോയി കല്ലെറിയുന്നു, ഒരു ഇബാദത്താണ് കല്ലെറിയുക. എന്താ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹും റസൂലും പറഞ്ഞോ എന്നേ ബോധ്യപ്പെടേണ്ടതുള്ളൂ. അവിടെ പിന്നെ സംശയിക്കാൻ പാടില്ല. മാ ഖാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖൈറതു ഫീ അംരിഹിം. അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്കോ വിശ്വാസിനിക്കോ സ്വന്തം ഇഷ്ടമനുസരിച്ച് പിന്നീട് അതിൽ തീരുമാനമെടുക്കാൻ അവകാശമില്ല എന്നാണ്. പിന്നെ നമ്മൾക്ക് അതിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അള്ളാഹു റസൂൽ പറയാത്തൊരു വിഷയത്തിൽ
പ്രത്യേകിച്ചും ഭൗതികമായ ലൗകികമായ വിഷയങ്ങളിൽ നമുക്ക് ചർച്ചകൾ എടുക്കാം, തീരുമാനങ്ങൾ എടുക്കാം. അള്ളാഹു റസൂൽ ഒരു വിഷയം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അതാണ് ശരിയായ ഈമാൻ, അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിഷയം നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും അത് തന്നെയാണ്. ഇത് ഖുർആനിൽ ഖണ്ഡിതമായി വന്നതാണ്, സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് ഈമാൻ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇത് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് പിന്തിരിഞ്ഞു പോയി. പക്ഷെ നമ്മൾക്ക് നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ടത് അവിടെയാണ്. ഈ പറഞ്ഞത് പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ തന്ന വിശദീകരണവും നമ്മൾ അതേപോലെ വിശ്വസിക്കുക. അതുകൊണ്ട് നമ്മളുടെ ഈമാൻ, അങ്ങനെ നമ്മളുടെ ഈമാൻ സുദൃഢമാക്കി അള്ളാഹുവിനും റസൂലിനും അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനാണ് വിശ്വാസികൾ തയ്യാറാവേണ്ടത്. സർവശക്തനായ അള്ളാഹു ശരിയായ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ